നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മ പറഞ്ഞത് ശരിയാ. ചെറുപ്പത്തിലെ ഞാൻ അനാഥയായെങ്കിലും സനാഥയായിരുന്നു. ഒരുപാട് കുട്ടികളുടെ നടുവിൽ അവരുടെ കഷ്ടപ്പാടിനും ജീവിതത്തിനും ഒപ്പം സഞ്ചരിച്ച് എനിക്കും ഏതൊരു പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള മനക്കരുത്തുണ്ടായി. വിശ്വനാഥൻ അച്ഛൻ എന്നെ പഠിപ്പിച്ച കുറെ പാഠങ്ങളുണ്ട്. അതെപ്പോഴും ഞാൻ ജീവിതത്തിൽ ഓർത്തു വെക്കാറുണ്ട്. എവിടെയാണോ നമ്മൾ തോറ്റത് അവിടെ നിന്നും ജയിക്കാൻ ശ്രമിക്കണം. എവിടെയാണോ നമ്മൾ കരഞ്ഞത് അവിടെ നിന്ന് ചിരിക്കാൻ ശ്രമിക്കണം. എപ്പോഴാണോ നമ്മൾ മറ്റുള്ളവർക്ക് ഭാരമായി തീർന്നത് അവിടെ നിന്നും മൗനമായി പിന്മാറണം. ആരാണോ നമ്മളെ പരിഹസിച്ചത് അവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പഠിക്കണം. മോളെ, എന്റെ പൂജമോള് അമ്മയുടെ മിടുക്കി കുട്ടി തന്നെയാ. വാ അമ്മ, നമുക്ക് അച്ഛനെ കാണാം. എന്താ സ്നേഹ, അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അല്ല സർ, അർജുൻ സാറിന്റെ വിഷയത്തിൽ സാറിന്റെ ഒരു സഹായം വേണം. എന്തൊരു കഷ്ടമായി ഈ അർജുന്റെ കാര്യങ്ങളല്ലേ സ്നേഹ. അർജുന് ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? ആർക്കെങ്കിലും രക്ഷിക്കാൻ പറ്റുമോ? സ്ത്രീ വിഷയമല്ലേ, ഇടപെടാൻ പറ്റില്ല. ഇടപെടുന്നവരും നാറും. അല്ലേ ജോർജ് കുട്ടി, ശരിയല്ലേ? ശരിയല്ല. ശരിയൊക്കെ എവിടെ ഒളിച്ചു കിടക്കുവോ സാർ? പുറത്തു കൊണ്ടുവരണം. ഇതാരാ? ഞാനേ അഖിൽ, അഡ്വക്കേറ്റ് അർജുന്റെ സഹോദരൻ. കുടുംബത്തിനും ചീത്തപ്പേരായി അല്ലേ? ഒരു ചീത്തപ്പേരുമില്ല അഖിലേ. ഞങ്ങൾ ഏട്ടന് വേണ്ടിയിട്ട് ഒറ്റ കെട്ടാ. ചീത്തപ്പേരക്കിന് ചിലർക്ക് വരാൻ കിടക്കുന്നതേ ഉള്ളൂ. സ്നേഹ, ജോർജ് കുട്ടി, എന്നെ വരുത്തിയതിനാ അത് പറ. ഒരാളിന് സാറിനെ ഒന്ന് കാണുന്നുണ്ട്. എന്നെ ആർക്കാ കാണേണ്ടത്? എനിക്കാ കാണേണ്ടത്. SP കിരണല്ലേ? അതെ. എന്നെ എന്തിനാ കാണുന്ന? എന്താ കാര്യം? വെറുതെ ഒരു രസം, സമയം പോവാൻ. സമയം പോവാനോ? എന്താ കളിക്കുകയാണോ? വക്കീലന്മാരോട് കളി വേണ്ട. പണി ചോദിച്ചു വാങ്ങരുത്. ഒരു പണി ചോദിക്കാതെ തന്നെ വക്കീലിന് തരാനാ ഞാൻ വന്നത്. SP സാറ് വക്കീൽ സാറിന് ചുമ്മാ ടെൻഷനാക്കല്ലേ. അതെ സർ, അജയ് മേനോൻ സാറ് ഈ കോടതിയിലെ ഒരു പുലിയാ. പുലിയെന്ന് വെച്ചാ ഒരു സിംഹം. വക്കീൽ സാർ മൊത്തത്തിൽ കിളി പോയി നിൽക്കുക. പോട്ടെ പോട്ടെ അജിത് മേനോൻ സാർ, അല്ല അജയ് മേനോൻ സാർ, ഒരു കേസിന്റെ കാര്യത്തിൽ സാറിന്റെ ഒരു സഹായം വേണം. ഒന്നുമില്ല, സാറിന്റെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് ചില കാര്യങ്ങളൊന്നും അറിയണം. എന്റെ ഏത് ഫ്രണ്ട്? മറ്റേ കുട്ടി തന്നെ, സ്വാതി. ഏത് സ്വാതി? കണ്ട സാറിന്റെ മുഖം വളരെ വളർച്ച കണ്ട. ഏയ്, സാറിന്റെ മുഖം വിളറിയിട്ടൊന്നും ഇല്ലെന്നേ. ഈ മുഖം പണ്ടേ ഇങ്ങനെയാ. എന്നാലും ഒരു ടെൻഷൻ വന്നു. ഓ അത് ശരി, അങ്ങനെ അങ്ങ് പോയാലോ സാറേ? അങ്ങോട്ട് മാറടൂ. ഞാനിപ്പോ വക്കീലന്മാരെ വിളിച്ചു കൂട്ടും. തന്റെ പൊടി പോലും ബാക്കി വെക്കില്ല. എന്റെ ആശാനെ, ആ ബാർ അസോസിയേഷൻ സെക്രട്ടറി ഉൾപ്പെടെ കാര്യബോധമുള്ള നല്ലവരായ വക്കീലന്മാരെ വിളിച്ചു പറഞ്ഞ് അവരുടെ സമ്പൂർണമായ പിന്തുണയും വാങ്ങിച്ചു കഴിഞ്ഞിട്ടാ ഞാനിവിടെ വന്നിരിക്കുന്നത്. തന്നെ പൊക്കിയെടുത്ത് അകത്തിടാൻ വന്നിരിക്കുന്നത്. എന്തൊക്കെയാണോ താനീ വിളിച്ചു പറയുന്നത്? അവിടെ ഇരിക്കടാ. കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. പിന്നൊരു ചവിട്ടോ ഇടിയോ തരണമെന്നുണ്ട്. പക്ഷേ നിന്റെ ഈ യൂണിഫോം, അതിനെ ഞാൻ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് മാത്രം നിന്റെ പല്ലടിച്ച് ഞാൻ താഴെ ഇടുന്നില്ല. നിനക്ക് എന്താ സാറേ അറിയേണ്ടത്? അർജുനെ കൊടുക്കാൻ നിന്റെ റോൾ എന്തായിരുന്നു? എനിക്കെന്ത് റോള്? എനിക്കൊരു റോളും ഇല്ല.
ഇയാളല്ലേ സ്വാതി എനിക്ക് പരിചയപ്പെടുത്തിയത്? അതിന് ഒരു പെണ്ണു വന്ന് എന്നോട് കേസ് എടുക്കാൻ പറഞ്ഞു. അഡ്വക്കേറ്റ് അർജുൻ വാദിച്ചാലേ കേസ് ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഇക്കാലത്തൊരു നല്ല കാര്യം ചെയ്യാൻ പാടില്ലേ? നല്ലത് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഇവിടെ വക്കീലേ, നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്വാതിയുമായി ഒരു ബന്ധവുമില്ലേ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? ശരി, എന്നാ ഇനി ഞാൻ അങ്ങോട്ട് പറയാം. അഡ്വക്കേറ്റ് അർജുനെ തകർക്കാൻ ശ്രമിച്ച ഗൂഢാലോചനക്കാരുടെ ഒരു പ്രധാന കണ്ണിയാണ് താൻ. സ്വാതിയെ അർജുനിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു തന്റെ ധർമ്മം. ജോർജ് കുട്ടിയെ പരിചയപ്പെടുത്തുന്നത് മുതൽ തന്റെ റോൾ ആരംഭിച്ചു. ഞാൻ പറഞ്ഞില്ലേ, അത് വെറും പരിചയപ്പെടുത്തൽ മാത്രമായിരുന്നു. പരിചയപ്പെടുത്തിയോടെ അത് കഴിഞ്ഞു. ഇല്ല, അതങ്ങനെ കഴിഞ്ഞില്ല. അത് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആശാനെ, ഈ കോടതിയിലും പരിസരത്തും CCTV ക്യാമറയുള്ള കാര്യം തനിക്കറിയാവോ? അന്നത്തെ CCTV ഫുട്ടേജ് ഞങ്ങൾ എടുത്തു. ഇതാ കണ്ടോ? കാണ്. ഇപ്പൊ എന്ത് പറയുന്ന വക്കീൽ സാറേ? അല്ല, സത്യത്തിൽ ഈ ഒരു നാടകത്തിന് എത്ര രൂപ തന്നു അവള്? ദേ, ഈ ഫുട്ടേജ് ബാർ കൗൺസിലിന് കൈമാറിയ സാറിന്റെ വക്കീല് പണി പോവും, വാർത്തകളിലും വരും. ക്ഷമിക്കണം, എന്നെ രക്ഷിക്കണം സാർ. രക്ഷിക്കാം, പക്ഷേ ഞങ്ങളുടെ കൂടെ നിൽക്കണം താൻ. നിക്കാം. ചേച്ചി, ചേച്ചി വാ, വന്ന് ആഹാരം കഴിക്കും. എനിക്ക് വേണ്ട. മാതൃ ചേച്ചി, ദേ ആരോഗ്യം നോക്കണം. ഇന്നലെ ഒരു നേരമല്ലേ കഴിച്ചുള്ളൂ. ഇങ്ങനെ പട്ടണി കിടന്ന തൂക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോണ്ടി വരും. അർജുൻ ജയിലിലും അമ്മ ആശുപത്രിയിലും ആണെന്ന് നാട്ടുകാർ പറയും. ചേച്ചി വാ. ചേച്ചി, എന്നെ വിടുമതു. ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്, എനിക്ക് വേണ്ട. എനിക്കൊന്നും വേണ്ട. എനിക്കൊന്നും വേണ്ട. ചേച്ചി എന്താ ഇത്? എനിക്കങ്ങ് ചത്ത മതി. നോക്ക്, എപ്പോ മരിക്കണോന്നൊക്കെ മുകളിലിരിക്കുന്ന ആളല്ലേ തീരുമാനിക്കുന്നേ. ദൈവം തമ്പുരാൻ പറയുമ്പോ അല്ലേ പോവാൻ പറ്റൂ. അമ്മേ, ഇതേ മാതൃ ചേച്ചി കാണിക്കുന്നതുണ്ടോ? മോളെ, അമ്മേ, നമ്മൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ അമ്മ. എന്നിട്ട് എന്തിനാ അമ്മ ദൈവം ഇങ്ങനെ പരീക്ഷിക്കുന്നു? എനിക്ക് ജീവിച്ച് മതിയായ അമ്മ. എന്റെ മോൻ ജയിലിൽ ഏതവസ്ഥയിലാണോ അമ്മ? 10 മാസം എന്റെ വയറ്റിലിട്ട് വളർത്തിയതല്ലേ അമ്മ ഞാൻ. അവനിങ്ങനെ വളർന്ന് വലുതാവുന്നത് കണ്ണു നിറയെ കണ്ടതല്ലേ അമ്മ ഞാൻ. എന്റെ ദൈവമേ, എന്റെ പൊന്നുമോൻ ഇങ്ങനെ അവസ്ഥയിലാവുന്നത് കാണേണ്ടി വന്നല്ല. അമ്മ, എന്റെ മോനിപ്പോ അവിടെ എങ്ങനെയായിരിക്കും കഴിയുന്നത്? അവനവിടെ അമ്മയെന്ന് വിളിച്ച് കരഞ്ഞു കിടക്കുമായിരിക്കും. മാസിരി, നിനക്ക് അർജുനെ കാണണോ? വേണ്ടമ്മ, ആ അഴിക്കകത്ത് കിടക്കുന്ന അവനെ ഞാൻ എങ്ങനെ അമ്മയെ കാണണ്ടേ? ജയിലിലെ യൂണിഫോമില്. അയ്യോ, എനിക്ക് വേണ്ടമ്മ. അയ്യോ, എനിക്ക് കാണണ്ടമ്മ. എന്റെ മോൻ പഴയ അർജുനായിട്ടും പുറത്തു വരുമ്പോ ഞാൻ കണ്ടോളാം അമ്മ.
അർജുൻ ഇനി പുറത്തിറങ്ങണമെങ്കിൽ 8-10 വർഷത്തേക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല മാതൃ ചേച്ചി. സാഹചര്യം അറിഞ്ഞു വേണം സംസാരിക്കാൻ. മാധുരി, അമ്മ ഞാൻ എന്തായാലും അർജുനെ കാണാൻ പോവാ. അമ്മ നേരാണോ? അതെ, അമ്മ അവനത് വിഷമാവില്ലേ അമ്മ? അവനിപ്പോ വേണ്ടത് ആശ്വാസമാ. നമ്മളെ കാണുമ്പോ കുറെ കരയുമായിരിക്കും. കരയട്ടെ. കരഞ്ഞു കരഞ്ഞു ആ വിഷമം കുറച്ചെങ്കിലും ഒന്ന് തീരട്ടെ. നീ വരുന്നെങ്കി വാ, ഞാൻ പോണു. എങ്കിൽ ഞാനും വരുന്നുണ്ടമ്മേ. അമ്മ എങ്ങോട്ട് പോവാ? രണ്ടുപേരും കൂടി ജയിലിൽ പോവാന്നു. അവനെ കാണണം. വേണ്ട വേണ്ടമ്മേ, അങ്ങോട്ട് പോണ്ട. അജുവേട്ടനെ ഞാൻ പുറത്തു കൊണ്ടുവരും. അധികം വൈകില്ല. ചതിക്ക് പിന്നിലെ ഓരോ തെളിവുകളും കിട്ടിക്കൊണ്ടിരിക്കുക. അതെല്ലാം കൃത്യമായിട്ട് യോജിപ്പിച്ച് ആ സ്വാതിയെ പൂട്ടണം. എന്നിട്ട് അജുവേട്ടനെ പുറത്തിറക്കണം. അമ്മയുടെ അച്ഛമ്മയുടെ മുന്നിൽ ഞാൻ കൊണ്ടുവരും. അപ്പൊ കണ്ടാ മതി അമ്മേ.